ഹലോ, നമുക്കിതൊരു കുഞ്ഞു മിനി വ്ലോഗായാലോ? ആവട്ടെ എന്തെടുക്ക? ഇവിടെ നിനക്ക് പുറകില് സ്റ്റിയറിംഗ് ഉണ്ടോടാ? കൊള്ളാല്ല. ഞങ്ങള് അമ്പലപ്പുഴ അമ്പലത്തിൽ പോവാണ്. അങ്ങനെ 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പൊ നമുക്ക് എല്ലായിടത്തും പോവാം. ഓക്കേ, ശരി. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിലെത്തി. വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്കിംഗ് സ്പേസിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തോട്ടിങ്ങനെ അമ്പലത്തിലേക്ക് നടന്ന് പോവാണ്. ഇന്ന് ഒരു ശനിയാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം തിരക്കില്ലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. അകത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ പാർക്ക് ചെയ്യുന്നിടത്ത് ഇവിടെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പതിയെ അകത്തേക്ക് നടന്ന് പോവാണ്. സാധാരണ രീതിയിൽ ഇതുപോലെ നേരം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് മണ്ണും ഈ കല്ലും ഒക്കെ ഭയങ്കര ചൂടാവുന്നതായിരുന്നു. പക്ഷേ എന്തോ ഇപ്രാവശ്യം അത്ര വലിയ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെട്ടില്ല. നമ്മൾ നല്ല കൂളായിട്ട് നടന്ന് പോവുകയായിരുന്നു അതിലെ. കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവൊക്കെ ആ മണ്ഡപത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അമ്പലത്തിലെ ദർശനത്തിന് ശേഷം അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ അമ്പലത്തിലെ ദർശനത്തിനായിട്ട് അകത്തേക്ക് പോവുകയാണ്. സ്ലിപ്പായിരുന്നു കേട്ടോ. തിലാപ്പിയാണ് തിലാപ്പിയ. സ്ലിപ്പാവേ, പിടിച്ചിട്ടിറങ്ങാം. കുളത്തിൽ നിറയെ മീൻ ഉണ്ടായിരുന്നു. അത് നല്ല വലിയ സിലോപ്പിയ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് കാല് വെച്ച് കൊടുത്താൽ മതി, നല്ല മീൻ മസാജ് കിട്ടിയാണ്. പക്ഷേ ഏറ്റവും താഴത്തെ സ്റ്റെപ്പ് നല്ല തെന്നലാണ്. പോയി അങ്ങോട്ട് നിന്ന് കൊടുത്താൽ നടുവടിച്ച് വീഴുന്നത് എപ്പോഴാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നോക്കിയപ്പോൾ ആ ഫുഡ് കഴിക്കാൻ സമയമായി. ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിനെ ചുറ്റി ആ ക്യൂ വലുതാവുന്നത് കാണാമായിരുന്നു. അത്രയ്ക്ക് ആളുകളുണ്ടായിരുന്നു. ആളുകൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. പക്ഷേ വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമുക്ക് അന്ന് തന്നെ വീട്ടിലും കൂടെ കയറിയിട്ട് തിരിച്ചു പോകേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം സമയം ഇല്ല. അപ്പം നമുക്കൊന്ന് കയറി അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിലത് ഗുരുവായൂർ അമ്പലം പോലെ തന്നെ ഫ്രണ്ടിലെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല പല കടകളും ഒക്കെ ഉണ്ട് അവിടെ. തുണിക്കടയും പിന്നെ അല്ലാത്ത കളിപ്പാട്ടങ്ങളും ഫാൻസി സാധനങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അങ്ങനെ പല നാട്ടിൽ നിന്നുള്ള ആളുകളും വരും കേട്ടോ. ഒരുപാട് നാട്ടിൽ നിന്നുള്ള ആളുകളും ഇവിടെ വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. നമ്മളും അതുപോലെ അതിന് ചുറ്റുമൊക്കെ നടന്ന് ഒന്നും കൂടെ തൊഴുത് കുറച്ചധികം സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റി. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് തൊഴുതിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ശരി, എന്നാൽ ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശരി എന്നാൽ.